ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയാണ്. പെൺകുട്ടിയെ മർദ്ദിച്ചുവെന്ന് പ്രതി ഇന്നലെ കുറ്റം സമ്മതിച്ചിരുന്നു. അതേസമയം ആശുപത്രിയിലുള്ള പെൺകുട്ടിയെ അപകടനില തരണം ചെയ്തിട്ടുമില്ല. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസമാണ് വീടിനുള്ളിൽ അവശനിലയിൽ പെൺകുട്ടിയെ കണ്ടെത്തിയത്. ആ കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. തലോലപ്പറമ്പ് സ്വദേശി അനൂപിനെയാണ് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെയുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ശേഖരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തുകയും ചെയ്തു. ബലാത്സംഗം, വധശ്രമം എന്നീ കുറ്റങ്ങളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. ഒന്നും പറയാൻ കഴിയാത്ത ഒരു ആരോഗ്യ നിലയിലാണ് പെൺകുട്ടി ഉള്ളത്. പെൺകുട്ടിയുടെ തലയ്ക്കുള്ളിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതായിട്ടാണ് ഡോക്ടർമാർ പറയുന്നത്. ആരോഗ്യനില ഗുരുതരമായി തുടർന്നു. അതേസമയം മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. വെന്റിലേറ്ററിൽ തുടരുകയാണ് പെൺകുട്ടി. പക്ഷേ ഈ പെൺകുട്ടിയുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ സ്വയം ഷാൾ ഉപയോഗിച്ച് കഴുത്തിന് കുരുക്കിടുകയായിരുന്നു എന്നുള്ളൊരു മൊഴിയൊക്കെ അനൂപ് നൽകിയിരിക്കുന്നു. നവമി, ആദ്യം ഈ തെളിവെടുപ്പിന്റെ വിശദാംശങ്ങളിലേക്ക്. നേരത്തെ ഇന്നലെ കുറ്റം സമ്മതിച്ചു, മർദ്ദിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്ത പ്രതിയാണ്. തെളിവെടുപ്പ് ഏത് ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്? അപർണ, അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് പ്രതി അനൂപിനെ തെളിവെടുക്കുന്നത്. ഈ തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിൽ പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ കുട്ടിയെ ഇവർ ഇവിടെ എത്തിയ സമയം മുതൽ ഉണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. അതോടൊപ്പം ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താനല്ല കുരുക്ക് മുറുക്കിയത്, അല്ലെങ്കിൽ ഷാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് അനൂപ് പോലീസിന് നൽകിയ മൊഴി. പക്ഷേ പോലീസ് അത് മുഖവുരയ്ക്ക് എടുത്തിട്ടില്ല. കാരണം ഇത്രയേറെ മർദ്ദനം ആ കുട്ടിക്ക് വരുത്തിയ ഒരു വ്യക്തി ആ കുട്ടിയെ കൊല്ലാൻ പോലീസ് ശ്രമിക്കില്ല എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചു എന്നുകൂടി അനൂപ് പോലീസിനോട് പറയുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു അനൂപിന് എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. ഇതെല്ലാം അനൂപിൽ നിന്നും കൃത്യമായി ചോദിച്ചറിയുകയാണ്. എവിടെ വെച്ചാണ് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം ഉണ്ടായത്, എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ അനൂപ് മർദ്ദിച്ചത്, ഏതെങ്കിലും കത്തി അടക്കം ഈ വീട്ടിലുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഉപയോഗിച്ച കത്തി അതടക്കം അന്വേഷണ സംഘത്തിന് തെളിവെടുക്കേണ്ടതുണ്ട്. ഈ ഉപയോഗിച്ച ഷോള്, ഈ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഷോള്, ഇതെല്ലാം അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു തെളിവെടുപ്പാണ് പോലീസിന് ഇപ്പോൾ അനൂപിൽ നിന്നും ചോദിച്ചറിയുന്നത്. പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മറ്റൊരു കാര്യം അപർണ, പ്രതി ഇന്നലെ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ യുവാവ് പറയുന്നത് പ്രകാരം ഈ പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഒരു വർഷമായി പരിചയപ്പെടുന്നത്. ഇവർ തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു. അതിനിടെ പെൺകുട്ടിക്ക് മറ്റ് ആൺ സുഹൃത്തുക്കൾ ഉള്ളതാണ് ഈ യുവാവിന്. അതാണ് ഈ മർദ്ദനത്തിലുള്ള പ്രകോപന കാരണം. ഇന്നലെ ശനിയാഴ്ച രാത്രി 9:30 യുവാവ് ഈ വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലെത്തിയതിനു ശേഷം ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് ആൺ സുഹൃത്തുക്കൾ, എന്തിനാണ് തനിക്ക് മറ്റ് ആൺ സുഹൃത്തുക്കൾ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായത്. ഈ തർക്കത്തിനൊടുവിൽ കയ്യിൽ കരുതിയിരുന്ന കത്തി വരെ ഉപയോഗിച്ച് ഈ പെൺകുട്ടിയെ മാരകമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഒപ്പം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചു. ബോധരഹിതയായ പെൺകുട്ടി മരിച്ചു എന്ന് കരുതിയാണ് പ്രതി അനൂപ് ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ ഈ വീട്ടിലേക്ക് മറ്റൊരു വ്യക്തി കൂടി വന്നതായി അനൂപിന് തോന്നി. ഇതിന്റെ പേരിൽ വലിയ രീതിയിൽ വീണ്ടും ഈ പെൺകുട്ടി വിളിച്ചിട്ടാണോ അയാളും വന്നതെന്നുള്ളൊരു സംശയം കൂടി അനൂപിനുണ്ടായിരുന്നു. ഇതൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെ അനൂപ് ഈ പ്രവർത്തികളൊക്കെ ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി മരിച്ചു എന്ന് കരുതിയാണ് ബോധരഹിതയായ പെൺകുട്ടിയെ വീട്ടിൽ ഉപേക്ഷിച്ച ശേഷം അനൂപ് ഇവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തത്. പിന്നീട് ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയായിരുന്നു പെൺകുട്ടിയുടെ ഒരു ബന്ധു ഇവിടെ വരികയും പെൺകുട്ടി ഇങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയും ഉടൻ തന്നെ പോലീസിനെയും വിവരമറിയിച്ച്, നാട്ടുകാരെ വിവരമറിയിച്ച് പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. അതീവ ഗുരുതരമായിട്ടുള്ള നിലയിൽ തന്നെയാണ് പെൺകുട്ടി ഇപ്പോഴും. ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും കുട്ടിയുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അനൂപിനെ ഇന്നലെ രാവിലെയോടുകൂടി അനൂപിന്റെ വീട്ടിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അനൂപും ഈ പെൺകുട്ടിയുമായി ഒരു വർഷമായി ബന്ധമുണ്ട്. അനൂപിന് നിരവധി ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. 2 ആക്രമണ കേസുകളും ഒപ്പം കഞ്ചാവ് കേസ് ഉൾപ്പെടെയുണ്ട്. പെൺകുട്ടിക്ക് ലഹരി കൊടുക്കുന്നതും ഈ അനൂപാണെന്ന് അനൂപ് പറയുന്നുണ്ട്. ഒപ്പം അനൂപും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് പിന്നീട് പല തവണ അനൂപ് ഈ വീട്ടിൽ
വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പെൺകുട്ടിയുടെ അമ്മ ഒരു തവണ പള്ളിയിൽ പോയി വന്നപ്പോൾ അനൂപ് വീട്ടിൽ നിൽക്കുന്നത് കണ്ടു. ഇത് ചോദ്യം ചെയ്ത അനൂപും ഈ അമ്മയുമായി വാക്കുതർക്കമുണ്ടായി. അമ്മ അന്ന് പറഞ്ഞത് വിവാഹം ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആലോചനയുമായി വീട്ടിലേക്ക് വരൂ, അത് കുടുംബത്തോടു കൂടി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വിവാഹാലോചനയിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിലേക്കൊക്കെ സമ്മതിക്കാം എന്നൊക്കെ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും അനൂപ് വിവാഹം കഴിക്കാൻ തയ്യാറായിരുന്നില്ല. 3 വർഷം സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് ഇങ്ങനെ വരാൻ പാടില്ല എന്ന് അമ്മ വിലക്കുകയും ചെയ്തു. പക്ഷേ ഇത് ഈ യുവാവ് അത് അനുസരിച്ചിരുന്നില്ല, വീണ്ടും ഇവിടെ വരികയും ചെയ്തു. അതിനിടയിലാണ് അമ്മയെ ഈ യുവാവ് കൊലപ്പെടുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ അമ്മ ഇവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചത്. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇവിടെ വലിയ പ്രശ്നമാണ്, ഈ പെൺകുട്ടിയും അമ്മയും തമ്മിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ പെൺകുട്ടി ഇവരുടെ ദത്തു പുത്രിയാണ്. ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളതിനാൽ 7ാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. അതിനുശേഷം ഈ പെൺകുട്ടി വീട്ടിൽ തന്നെയാണ്. പക്ഷേ ഈ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളുടെ ഈ കായിക മത്സരങ്ങളിലൊക്കെ, അതായത് വോളിബോളിലൊക്കെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അമേരിക്കയിലൊക്കെ പോയി വിജയം കരസ്ഥമാക്കിയ ഒരു കുട്ടി കൂടിയാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിൽ ഈ കായിക മേഖലയിലൊക്കെ വലിയ രീതിയിൽ മികവ് പുലർത്തിയ ഒരു പെൺകുട്ടി കൂടിയാണ്. പക്ഷേ ചില കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളാണ് ഈ കുട്ടിയെ ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് അമ്മയും പറയുന്നത്. നാട്ടുകാരും അങ്ങനെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ അനൂപ് ഇവിടെ വന്ന മുൻപും പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഈ വാഹനമൊക്കെ പാർക്ക് ചെയ്യുന്ന റോഡിൽ വാഹനമൊക്കെ റോങ് ആയിട്ട് പാർക്ക് ചെയ്യുന്ന രീതിയിൽ വെക്കുമ്പോൾ അങ്ങനെ നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ പരാതി പറയുകയും ഇവനോട് സംസാരിക്കുമ്പോൾ ഇവൻ അവരെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസ് ഇവിടെ വന്ന ഈ പെൺകുട്ടിയോട് മറ്റൊക്കെ സംസാരിച്ചപ്പോൾ അവളുടെ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെ പോലീസ് കൂടുതൽ അന്വേഷണമൊന്നും നടത്തിയില്ല എന്ന് കൂടി ഈ അടുത്തുള്ള നാട്ടുകാർ പോലീസിനെതിരെ ഒക്കെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്.